കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കുന്നത്. ഓരോ ജില്ലകളായി കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പ്രവർത്തനം ശക്തമാക്കേണ്ടതായി ഉണ്ട് എന്ന നിർദ്ദേശമാണ് KPCC താഴെത്തട്ടിൽ കൊടുക്കുന്നത്, അതാത് DCCകളിൽ കൊടുക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ വിഭാഗീയതയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും കോൺഗ്രസ് ജയിച്ചു. അവിടെ കോൺഗ്രസിന് പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ മുന്നേറാനോ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനോ ഒന്നും കഴിയാതെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതാകെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ്. തൃശ്ശൂരിൽ അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റെ ദയനീയമായ പ്രകടനവും, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവിടെ വരുന്ന ആലത്തൂരിലെ ചില ഭാഗങ്ങൾ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസ് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുകയാണ്. ജോസഫ് ടാജറ്റാണ് ഇപ്പോഴത്തെ നിലവിലെ DCC അധ്യക്ഷൻ. ഇന്ത്യ ടുഡേയുടെ സർവേയിൽ കോൺഗ്രസിന് 110ഓളം സീറ്റുകൾ ലഭിക്കും എന്ന സൂചനയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. പല സംസ്ഥാനങ്ങളിലും ഈ സൂചന വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ അത് നേരെയാകണം എന്നില്ല. പക്ഷേ അധികാരത്തിലേക്ക് വരാൻ ഏറിയ സാധ്യത UDFന് തന്നെയാണ്. 10 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയൻ്റെ പോലീസിൻ്റെയും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ സാമ്പത്തിക നയങ്ങളുടെയും ഒക്കെ ആകെ പ്രതിഫലനമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വളരെ വ്യക്തം. മാഫിയ സംഘങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും അതിപ്രസരമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനജീവിതം ഏറ്റവും ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കാലയളവ് മാറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നത്. മന്ത്രിമാരിൽ ആരെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം പോലുമില്ല. വിദ്യാഭ്യാസം തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പെരുമാറ്റവും, അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളുടെ കാര്യങ്ങളിലായിരുന്നാലും എടുത്തു പറയത്തക്ക ഒന്നുമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ചിലപ്പോഴൊക്കെ അവരുടെ നിയമനം ഒരു കോമഡിയാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്തരമാണ് കാര്യങ്ങളെങ്കിൽ കോൺഗ്രസ്സിന് കയ്യും കെട്ടിയിരുന്നാൽ മതി. ഒരുപക്ഷെ പ്രവർത്തനം നടത്താതെ തന്നെ കേവല ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിയും. ഒരുപക്ഷെ അത് എത്രത്തോളം സീറ്റുകളിലേക്ക് വർദ്ധിക്കണം എന്നുള്ളതിൻ്റെ കാര്യം മാത്രമാണ് സംശയം എന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രി തർക്കത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും പ്രശ്നങ്ങൾ അതിസങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊരു അന്ത്യശാസനം കേരളത്തിലെ നേതാക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ് ആർക്കും അള്ളു വെക്കണ്ട. നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഹരിയാനയിൽ ഭൂപീന്ദർ ഹൂഡയും അതുപോലെ തന്നെ ശൈലജകുമാരിയും തമ്മിലുള്ള പ്രശ്നം അതിസങ്കീർണമാകുന്നു. നേരിയ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു കൊണ്ടുപോകുന്നു. ഒന്ന് നോക്കുക, കോൺഗ്രസിന് അനുകൂലമായിരുന്നു അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടും സർവേയും എല്ലാം. അവിടെ എലക്ഷൻ അട്ടിമറിക്കപ്പെട്ടു. അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഇപ്പോഴും നിൽക്കുമ്പോഴും കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയ ഘടകങ്ങൾ നിരവധിയാണ്. അതിൻ്റെ ഒരു പുനരാവർത്തനം കേരളത്തിൽ ഉണ്ടാകരുത് എന്ന വാശിയിൽ അതിൻ്റെ രീതിയിലേക്ക് പ്രവർത്തനം നടത്താനാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം.